മലയാള ചലച്ചിത്ര രംഗത്തെ പ്രമുഖ താരസംഘടനയായ അമ്മയിൽ വീണ്ടും കടുത്ത ആഭ്യന്തര തർക്കങ്ങളും പ്രതിസന്ധികളും രൂപപ്പെട്ടിരിക്കുകയാണ്. സംഘടനയുടെ നേതൃത്വനിരക്കെതിരെ കടുത്ത സാമ്പത്തിക, വർഗീയ, വ്യക്തിഹത്യ ആരോപണങ്ങളുമായി ഒരു വിഭാഗം പ്രമുഖ നടിമാർ സംയുക്ത വാർത്താ സമ്മേളനവുമായി നേരിട്ട് രംഗത്തെത്തിയിരിക്കുന്നു. നേതൃത്വത്തിൽ കുറുക്കുവഴിയിലൂടെ എത്തിയ ഒരാളാണ് ശ്വേതാ മേനോനെന്നും സംഘടനയുടെ നേതൃത്വനിരയിൽ കടുത്ത അധികാരമോഹവും ഈഗോ ക്ലാഷുമാണ് നടക്കുന്നതെന്നും നടിമാർ പരസ്യമായി കുറ്റപ്പെടുത്തി. കോർപ്പറേറ്റുകളുടെ കോടികളുടെ ഫണ്ടിങ്ങും രാഷ്ട്രീയ വർഗീയ ധ്രുവീകരണ ശ്രമങ്ങളും സംഘടനയ്ക്കുള്ളിൽ നടക്കുന്നുണ്ടെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വാർത്താ സമ്മേളനത്തിൽ ശ്വേതാ മേനോന്റെ നേതൃത്വത്തെയും അവരുടെ സമീപനങ്ങളെയും കടുത്ത ഭാഷയിലാണ് നടി ഉഷ ഹസീന വിമർശിച്ചത്. ശ്വേതാ മേനോൻ സംഘടനയുടെ നേതൃത്വത്തിലേക്ക് കുറുക്കുവഴിയിലൂടെയാണ് എത്തിയതെന്നും എന്നാൽ അവരെ എല്ലാവരും അംഗീകരിക്കുകയാണ് ചെയ്തതെന്നും ഉഷ ഹസീന വ്യക്തമാക്കി. നടി അൻസിബയെ തുടക്കം മുതൽ സംഘടനയ്ക്കുള്ളിൽ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു. എങ്ങനെയൊക്കെയോ അപമാനിക്കാമെന്ന് ആലോചിച്ചാണ് അവർ പ്രവർത്തിച്ചത്. അനൂപ് ചന്ദ്രൻ അൻസിബയെ അപകീർത്തിപ്പെടുത്തുന്ന വീഡിയോ തയ്യാറാക്കിയപ്പോൾ അതിനെക്കുറിച്ച് ശ്വേതയോട് പറഞ്ഞപ്പോൾ നന്നായിപ്പോയി എന്നായിരുന്നു ശ്വേതയുടെ പ്രതികരണം. രമേശ് പിഷാരടിയും ശ്വേതയും തമ്മിലുള്ള സ്വകാര്യ സംഭാഷണം പുറത്തുവിട്ടത് ഒരു ക്രൈമാണ്. ശ്വേത പറയുന്ന പല ഭാഗങ്ങളും മ്യൂട്ട് ചെയ്താണ് അത് പുറത്തുവിട്ടിരിക്കുന്നത്. ജനറൽ ബോഡിയിൽ ശ്വേത വന്നപ്പോൾ മുതൽ കാര്യങ്ങൾ കേൾക്കാൻ തങ്ങൾ തയ്യാറായിരുന്നു, എന്നാൽ അവർ അവിടെ അഭിനയിക്കുകയായിരുന്നു. ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ശോഭിക്കുകയാണ് ശ്വേത ചെയ്തത്. ഇത് തങ്ങളിൽ കടുത്ത സംശയമുണ്ടാക്കി. സംഘടനയ്ക്കുള്ളിൽ നടക്കുന്ന വൻ സാമ്പത്തിക ഇടപാടുകളെയും രാഷ്ട്രീയ വർഗീയ ഇടപെടലുകളെയും കുറിച്ച് നടി മാല പാർവതി കടുത്ത ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. അംഗങ്ങളെ സ്ഥാനാർത്ഥികളായി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് BJP-യിൽ നിന്ന് 2 കോടി രൂപ വാങ്ങിയെന്ന് ബാബുരാജ് പറഞ്ഞിരുന്നു. ഈ ആരോപണം തെറ്റായിരുന്നെങ്കിൽ അവർക്ക് ജനറൽ ബോഡിയിൽ മറുപടി പറയാമായിരുന്നു. ശ്വേതയ്ക്ക് ദുരുദ്ദേശമാണ് ഉള്ളത്. 4 പേരെ മതം മാറ്റാൻ അൻസിബ ശ്രമിച്ചുവെന്ന് ശ്വേത ആരോപിച്ചു. ഇത് പുറത്തു പറയുമെന്ന് താൻ പറഞ്ഞപ്പോൾ സിനിമയിൽ നിന്ന് പുറത്താക്കുമെന്ന് ശ്വേത ഭീഷണിപ്പെടുത്തി. കലാകാരന്മാർക്കിടയിൽ ധ്രുവീകരണവും വർഗീയവൽക്കരണവും നടത്തുന്നവരല്ല സംഘടന ഭരിക്കേണ്ടത്. ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ ജനറൽ ബോഡിയിൽ നിന്ന് അവർ ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. പിഷാരടി എല്ലാവരെയും ഉൾക്കൊള്ളുന്നയാളാണ്. സംഘടനയുടെ സാമ്പത്തിക ഇടപാടുകളുടെ സുതാര്യതക്കുറവിനെ ചോദ്യം ചെയ്തും പോലീസിന്റെ നിഷ്ക്രിയത്വത്തിനെതിരെയുമാണ് നടി അൻസിബ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചത്. താരസംഘടനയായ അമ്മയ്ക്കുള്ളിൽ പുകയുന്ന തർക്കങ്ങൾ കേവലം വ്യക്തിപരമായ ഈഗോ ക്ലാഷുകൾക്കപ്പുറം കോർപ്പറേറ്റ് ഫണ്ടുകളിലേക്കും രാഷ്ട്രീയ ഇടപാടുകളിലേക്കും വർഗീയ ധ്രുവീകരണങ്ങളിലേക്കും ആരോപണങ്ങളിലേക്കും വഴിമാറുന്ന അതീവ ഗുരുതരമായ സാഹചര്യമാണ് നിലവിലുള്ളത്. ആഭ്യന്തരമന്ത്രി ഇടപെട്ടിട്ടും പോലീസ് കേസെടുക്കാൻ മടിക്കുന്നുവെന്ന അൻസിബയുടെ ആരോപണം വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ നിയമ വിവാദങ്ങൾക്ക് കൂടി തിരികൊളുത്തുമെന്ന് ഉറപ്പാണ്. കോടതിയിൽ നിന്ന് മാത്രമാണ് ഇനി നീതി പ്രതീക്ഷിക്കുന്നതെന്ന് നടിമാർ വ്യക്തമാക്കുമ്പോൾ അമ്മ നേതൃത്വവും ശ്വേതാ മേനോനും ഇതിനോട് ഇനി എങ്ങനെ പ്രതികരിക്കുമെന്നാണ് സിനിമാ ലോകം ഉറ്റുനോക്കുന്നത്.